എൻ.സി.പിയിലെ മന്ത്രിമാറ്റ ചർച്ചകൾ സജീവം. മന്ത്രി എ.കെ. ശശീന്ദ്രൻ, പി.സി. ചാക്കോ, തോമസ് കെ തോമസ് എന്നിവർ മുഖ്യമന്ത്രിയെ കാണും. മുംബൈയിൽ ചേർന്ന യോഗത്തിലെ ധാരണകൾ മുഖ്യമന്ത്രി അറിയിക്കും. മുഖ്യമന്ത്രിയുടെ നിലപാട് ശരത് പവാറിന് സംസ്ഥാന നേതാക്കൾ കൈമാറും. പാർട്ടി എടുക്കുന്ന സംഘടനാപരമായ ഏത് തീരുമാനത്തിനൊപ്പവും നിൽക്കുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ. മന്ത്രി പദവി ഏൽപ്പിച്ചത് പാർട്ടിയാണ്. പാർട്ടി അഖിലേന്ത്യാ പ്രസിഡന്റ് നിർദ്ദേശപ്രകാരം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. എന്നെ മാറ്റണ്ടെന്ന് ഞാനാണോ പറയുക? എന്നെ ആക്കിയവർ ആണ് എന്നെ ആക്കണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടവർ. അതൊക്കെ അവരുടെ അധികാരാവകാശങ്ങളിൽപ്പെട്ട കാര്യത്തിൽ ഞാനിപ്പം വനംവകുപ്പിനെ ചുമതല ഏറ്റെടുത്തിട്ടാണ് ആ പണി ഞാൻ ചെയ്യുന്നുണ്ട്. ഇനി ആ പണി ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യില്ല, അത്രയേ ഉള്ളൂ. വേറെന്താ? ഈ മുഖ്യമന്ത്രിയെ താങ്കളും പി.സി. ചാക്കോ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ ആഴ്ച തന്നെ കാണുമെന്ന തരത്തിൽ വാർത്തകൾ കാണുന്നുണ്ട്. അത് അഖിലേന്ത്യാ പ്രസിഡന്റ് നിർദ്ദേശം അനുസരിച്ചാണ് കാണുന്നത്. രാഷ്ട്രീയമായി തീരുമാനമെടുത്താൽ രാഷ്ട്രീയമായ അഭിപ്രായമുണ്ട്. മറ്റതൊക്കെ സംഘടനാ നടപടികൾ എന്ന് വരുമ്പോൾ സംഘടനയ്ക്ക് പൂർണ്ണമായി ഞാൻ വിധേയനാണ്. എന്നാൽ രാഷ്ട്രീയ നിലപാടുകളിൽ മാറ്റം വരുമ്പോൾ ഞാൻ എല്ലാ കാലത്തും ഒരു നിലപാടിൽ ഉറച്ചു നിന്ന ആളാണ്. സേഫ് സൈനിൽ ആദ്യം ചെയ്ത വിവരണമായി. സേഫ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ശശീന്ദ്രൻ്റെതായി വന്ന പ്രതികരണങ്ങൾ ആരും മന്ത്രിയാവുന്നില്ല, ആരും മാറുന്നില്ല എന്നൊക്കെയായിരുന്നു. ഇപ്പം അദ്ദേഹം അയന്നതാണോ? ശശീന്ദ്രൻ ഒന്ന് ഭയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റുകയാണെങ്കിൽ എം.എൽ.എ സ്ഥാനം കൂടി രാജിവെക്കും എന്ന നിലപാടിലാണ് ഉണ്ടായിരുന്നത്. പിന്നീട് CPM അനുനയിപ്പിച്ചാണ് ആ നിലപാടിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. കാരണം എലത്തൂർ സീറ്റ് CPM-ന്റെ വോട്ട് കൊണ്ട് ജയിക്കുന്ന സ്ഥലമാണ്, CPM-ന്റെ കുത്തക മേഖലയായി അറിയപ്പെടുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എം.എൽ.എ സ്ഥാനം രാജിവെക്കുന്നതിനോട് CPM-ന് ഏതെങ്കിലും തരത്തിൽ യോജിപ്പില്ല. അങ്ങനെയാണ് ഒരു അയഞ്ഞ നിലപാടിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത്. മുംബൈയിൽ വെച്ച് കഴിഞ്ഞ ആഴ്ചയാണ് കൂടിക്കാഴ്ച നടന്നത്. ശരത് പവാറിനെ കാണാൻ വേണ്ടി പി.സി. ചാക്കോയും തോമസ് കെ തോമസും അതുപോലെ തന്നെ എ.കെ. ശശീന്ദ്രനും മുംബൈയിലെത്തിയിരുന്നു. അതിൽ ശരത് പവാറിൻ്റെ ഒരു നിലപാട് പൊതുവെ തോമസ് കെ തോമസിന് അനുകൂലമായിട്ടുണ്ടായിരുന്നതാണ്. 8.5 വർഷമായിട്ട് മന്ത്രിസ്ഥാനത്ത് തുടരുകയാണ് എ.കെ. ശശീന്ദ്രൻ. അതുകൊണ്ട് ഇനി കുറച്ചു കാലം അല്ലേ ഉള്ളൂ, അദ്ദേഹം മാറിക്കൊടുത്ത് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം എന്നൊരു ധാരണ നേതൃയോഗത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിയുകയാണെങ്കിൽ എ.കെ. ശശീന്ദ്രൻ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരികയും ചെയ്യും. ഇതിൽ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ആഴ്ച തന്നെ ആ കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. പാർട്ടിയുടെ നേതൃനിരയിലെ ധാരണ അത് മുഖ്യമന്ത്രിയെ അറിയിക്കും. മുഖ്യമന്ത്രിയുടെ നിലപാട് ഇതിനകത്ത് നിർണായകമാകും. ഈ ഘട്ടത്തിൽ ഒരു പുനഃസംഘടന വേണമോ എന്നൊരു സംശയം മുഖ്യമന്ത്രി പല ഘട്ടങ്ങളിലും പലരോടും പങ്കുവച്ചതായി അറിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ സത്യപ്രതിജ്ഞ ഉണ്ടാവില്ല. അല്ലാതെ അവരുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യമാണ്, അതുകൊണ്ട് നിങ്ങൾ തീരുമാനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് മുഖ്യമന്ത്രി എത്തിച്ചേരുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ രാജ്ഭവനിൽ ഒരു സത്യപ്രതിജ്ഞ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ മന്ത്രിസ്ഥാനം ഒഴിയുന്നുണ്ടെങ്കിൽ എ.കെ. ശശീന്ദ്രൻ എൻ.സി.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി വരികയും ചെയ്യും. പി.സി. ചാക്കോ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി തുടരുകയും ചെയ്യും. അജിംസ്.